എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ വാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര ഗുണ കേവിലേക്കാണ് കേട്ടോ. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒത്തിരി ദുരൂഹതകൾ നിറഞ്ഞ ഒരു ഗുഹയാണ് ശരിക്കും ഗുണ കേവ് എന്ന് പറയുന്നത്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതോടുകൂടിയാണ് ഈ ഗുണ കേവ് കൂടുതൽ ഫേമസ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമാണ് ഈ ഗുണ കേവിലേക്കുള്ളത്. ശരിക്കും ഗുണ എന്ന പേര് വരാനുള്ള കാരണം കമലഹാസൻ അഭിനയിച്ച ഗുണ എന്ന നമ്മുടെ തമിഴ് മൂവി ശരിക്കും അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഇവിടെയാണ് എടുത്തത്. അങ്ങനെയാണ് ശരിക്കും ഇത് ഗുണ കേവ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് കേട്ടോ. ഏകദേശം 600 അടിയോളം താഴ്ചയാണ് ശരിക്കും ഈ ഗുണ കേവിനുള്ളത്. വളരെ അപകടം നിറഞ്ഞ ഈ ഗുണ കേവിൽ ഏകദേശം ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 13 മരണത്തോളം സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും ഇവിടെ നിന്നുള്ള കൊടൈക്കനാലിൻ്റെ ഭംഗിയും അതിമനോഹരമാണ്. പക്ഷേ ഈ ഭംഗി കണ്ടുകൊണ്ട് ആ ഗുഹയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വിനോദസഞ്ചാരികൾ അങ്ങനെ മരിച്ചവരുണ്ട്. ഈ ഗുണ കേവിൽ എന്താണ് ഉള്ളതെന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇറങ്ങിപ്പോയി അങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താൻ്റെ അടുക്കള എന്നൊരു പേരും ഈ ഗുണ കേവിനുണ്ട് കേട്ടോ. ഈ ഗുണ കേവിൽ വീണ വ്യക്തികളിൽ തിരിച്ചെടുത്തത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ടൂറിസ്റ്റായിട്ട് പോയ ഒരു കൂട്ടം യുവാക്കളിൽ നിന്ന് ആ കുഴിയിലേക്ക് പോയ സുഭാഷ് എന്നൊരാൾ മാത്രമാണ് കേട്ടോ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഏക ആളെന്ന് പറഞ്ഞത്. പുള്ളിയുടെ സുഹൃത്തായ നമ്മുടെ സുഭാഷിൻ്റെ സുഹൃത്തായ സിജു ഡേവിസാണ് ശരിക്കും ഈ പുള്ളിയെ അന്ന് രക്ഷിച്ചത്. അങ്ങനെ നമ്മുടെ വാഹനം ദേ ഗുണ കേവിലെത്തിയിരിക്കുകയാണ്. ഗുണ കേവിന് പുതിയൊരു കവാടമൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അതിമനോഹരമായ ഗുണ കേവ് എന്ന് എഴുതി അതിൻ്റെ മുകളിലൊരു വവ്വാലൊക്കെ ഉള്ളൊരു അതിമനോഹരമായ ഒരു കവാടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ധാരാളം വിനോദസഞ്ചാരികളാട്ടോ ഇങ്ങോട്ട് ഒഴുകി എത്തുന്നത്. ചുറ്റും നമുക്ക് ഇഷ്ടംപോലെ കടകൾ കാണാം. അപ്പോൾ ഇവിടെ 20 രൂപയാണ് പാസ്. നമ്മൾ 20 രൂപ പാസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അകത്തേക്ക് കയറി കവാടത്തിനുള്ളിൽ കൂടെയാണ് എൻട്രി. അപ്പോൾ നമ്മൾ കയറി ഈ കല്ല് പാകിയ ഈ വഴികളിൽ കൂടി നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഈ കുറച്ച് ദൂരം മാത്രമാണ് കല്ല് പാകിയിട്ടുള്ളൂ കേട്ടോ. ധാരാളം കുരങ്ങുകളുടെ ശല്യം ഈ ചുറ്റും പരിസരത്തെല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ മനസ്സിലൊരു ഭയം നമ്മുടെ ഉള്ളിൽ നിഴലിക്കും. കാരണം നമ്മൾ ആ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ കണ്ടതിന് ശേഷം നമ്മൾ ഭയങ്കര ഭയത്തോടു കൂടിയാട്ടോ ഈ ഗുണ കേവിനെ കണ്ടുപോകുന്നത്. അങ്ങനെ ആ കല്ല് പാകിയ വഴികൾക്ക് ശേഷം നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ഗുണ കേവിലേക്ക് പോവുകയാണ്. വെറും മണ്ണ് വഴിയാണ് കേട്ടോ ഇനിയുള്ളത്. ഒത്തിരി വിനോദസഞ്ചാരികൾ വന്നേക്കണ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ചെറിയ നീരുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം പോവാൻ. കാരണം ഇവിടെ ആളുകളൊക്കെ നടന്ന് മൊത്തം ചെളിയായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഓരോ അടിയും മുന്നോട്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴും കേട്ടോ. പിന്നെ അവിടുന്ന് പോകുന്നതിന് ശേഷം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. വഴി നല്ല വഴി തന്നെയാണ് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് വാഹനമൊന്നും കയറ്റി വിടത്തില്ല. നമ്മൾ കാൽനടയായിട്ട് മാത്രമാണ് ഒരു 100 മീറ്റർ വഴിയിൽ നിന്ന് അകത്തേക്ക് നമ്മൾ കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ നമ്മളിതേ ഗുണ കേവിൻ്റെ തൊട്ട് താഴെ എത്തിയിരിക്കുകയാണ്. ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന വേരുകൾ കൊണ്ട് നിറഞ്ഞ മരങ്ങൾ തന്നെയാണ് കേട്ടോ. ഇവിടെ മാത്രമാണ് ഈ കൊടൈക്കനാലിൽ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഉള്ള മരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. ഇങ്ങനെ മരങ്ങൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ആ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കണതാണ്. കുരങ്ങിൻ്റെ ശല്യം ധാരാളം ഉണ്ട് കേട്ടോ. കുരങ്ങൾ തമ്മിൽ കടി കൂടുന്നതും അതേപോലെ വിനോദസഞ്ചാരികളുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് കേട്ടോ. കണ്ടില്ലേ, ആ വേരുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ആളുകളാണെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുകയാണ്. ധാരാളം വിനോദസഞ്ചാരികളാണ് കേട്ടോ അങ്ങ് ദൂരെ നിന്നൊക്കെ ഈ ഗുണ കേവ് കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്നത്. ശരിക്കും ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് കാല് കുത്താൻ സ്ഥലമില്ലെന്നായിരുന്നു കേട്ടിരുന്നത്. ഇപ്പം സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും നാളുകൾക്ക് ശേഷമായാൽ പോലും ഇപ്പോഴും തിരക്കിനൊരു കുറവുമില്ല കേട്ടോ. അങ്ങനെ മഞ്ഞുമൽ ബോയ്സിൽ നമ്മൾ അവർ ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇതിലൂടെയാണ് അവർ താഴേക്ക് ഇറങ്ങിപ്പോയത് കേട്ടോ. ഇപ്പോൾ ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്, കമ്പി വേലി വെച്ച് എല്ലാം അടച്ചു. ഇതിലൂടെയാണ് ആ ഗുണ കേവിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഭാഗം ഉള്ളത് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വല്ലാത്തൊരു ഭീതി നമ്മളുടെ ഉള്ളിലേക്ക് വരും. ആ സിനിമ കണ്ടവർക്കെല്ലാം അറിയാം.
ഇവിടുത്തെ കാടിന് തന്നെ ഒരു വല്ലാത്ത ഒരു ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കണ്ടില്ലേ ആ വേരുകളുടെയൊക്കെ ആ ഒരു പ്രത്യേകതയൊക്കെ കണ്ടില്ലേ? നമുക്ക് അധികം പേടിയൊന്നും തോന്നാത്തതിൻ്റെ കാരണം ഇത്ര ആളുകൾ ഇവിടെ ഉള്ള കാരണം മാത്രം കേട്ടോ നമുക്ക് നമ്മുടെ മനസ്സിൽ ഭയമോ കാര്യങ്ങളൊന്നും തോന്നാത്തത്. അതുമല്ല സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ആളുകളെ എൻട്രി ചെയ്യിപ്പിക്കുന്നുള്ളൂ. കണ്ടോ ആ മുകളിൽ കാണുന്ന അതിലൂടെയാണ് അവരന്ന് താഴേക്ക് ഇറങ്ങിപ്പോയത് കേട്ടോ. അവിടെയൊക്കെ മൊത്തം ഇരുമ്പ് വേലികൾ കൊണ്ട് അടച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മളുടെ വിനോദസഞ്ചാരികൾ നടക്കുന്ന സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കുഴികളുണ്ട്, കണ്ടില്ലേ? അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. 4 ആൾ അല്ലെങ്കിൽ 5 ആൾ താഴ്ചയുള്ള കുഴികളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം ഇരുമ്പ് ഗ്രില്ല് വെച്ച് കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാ ഹോളുകളും ഇരുമ്പ് ഗ്രില്ല് വെച്ച് അടച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ആ ഒരു ഗുഹയുടെ ആഴം കണ്ടില്ല? അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടുകളായിട്ടാണ് കേട്ടോ. ഇങ്ങനെ സിക്സാഗ് മോഡലൊക്കെയാണ് പല കുഴികളുടെയും ആഴം താഴേക്ക് കിടക്കുന്നത് കേട്ടോ. ശരിക്കും ഈ കൊടൈക്കനാൽ മലയുടെ അത്രയും തന്നെ ആഴം ഈ ഗുണ കേവിൻ്റെ അങ്ങ് താഴെ വരെ ഉണ്ടെന്നാണ് ശരിക്കും പറഞ്ഞു കേൾക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളിവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആഴം മനസ്സിലാവും കേട്ടോ. വലിയ അതിഭീകരമായ കൊക്കയാണ് താഴേക്കുള്ളത്. അപ്പോൾ ആ ഗുണ കേവ് അതിൻ്റെ ഈ ഒരു കൊക്കയുടെ ആ സൈഡിലായിട്ട് ഇങ്ങനെ താഴേക്ക് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അങ്ങനെ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഭീകരത മനസ്സിലാവും. നല്ല മഞ്ഞ് ഇറങ്ങി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. താഴേന്ന് ഇങ്ങനെ മഞ്ഞ് ഇറങ്ങി വരുമല്ല, കയറി വരികയാണ്. താഴേന്ന് ഇങ്ങനെ കയറി മുകളിലേക്ക് വരുന്ന കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. കണ്ടില്ല? സൈഡിലൊക്കെ നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പാറ വിണ്ട് കയറി കുറേ ഹോളുകൾ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇവിടെ നിന്നൊക്കെ താഴേക്ക് പോയാൽ നമുക്ക് പൊടി പോലും കിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് വലിയ കൊക്കയാണ് താഴെ. കണ്ടില്ലേ ഇവിടുത്തെ കാട് കണ്ടില്ലേ? ഈ കാടിന് തന്നെ ഒരു അപാരമായൊരു വന്യത ഉണ്ടെന്ന് തന്നെ പറയാം. ഏതായാലും അതിമനോഹരമായ സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഗുണ കേവ് എന്ന് പറയുന്നത്. കൊടൈക്കനാലിൽ വരുന്നവർ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ശരിക്കും ഗുണ കേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുണ കേവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.